അപ്പോൾ ഞാൻ ഈ ഓണവിപണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലയിടത്തും ഈ വിലക്കയറ്റത്തിന്റെ അല്ലെങ്കിൽ പലയിടത്തും സാധനങ്ങൾ കിട്ടാത്തതിന്റെ ഓണവിപണിയിലെ തിരക്കിന്റെയൊക്കെ ചില വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളും കഴിഞ്ഞ ദിവസം അത്തരം ചില ആശങ്കകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതാ ഭക്ഷ്യവകുപ്പ് കൃത്യമായൊരു ഇടപെടൽ കൂടി അതിൽ നടത്തുകയാണ്. ഓണക്കാലത്ത് 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിൽ എത്തിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിക്കുന്നുണ്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കത്തയച്ചിരിക്കുന്നു അനൂപ് ജേക്കബ്. അരിവില കൂടുകയാണെങ്കിൽ കൂടുതൽ അരി വിപണിയിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എല്ലാ റേഷൻ കടകളിലും അടിയന്തരമായി സ്പെഷ്യൽ അരി പൂർണ്ണമായി എത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, അപ്പോൾ അരി വിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ നടപടികൾ തന്നെ സ്വീകരിക്കുന്നു ഭക്ഷ്യവകുപ്പ്, അല്ലേ? തീർച്ചയായിട്ടും വിനീത, കാരണം നേരത്തെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ യുദ്ധവും തുടർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഓണം കേരളത്തിൽ എത്തിയതോടുകൂടി തന്നെ ഇതര സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാടും കർണാടകയിൽ നിന്നും വരുന്ന അരിക്ക് വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായിരുന്നു. 5 മുതൽ കിലോയ്ക്ക് 10 രൂപ വരെയായിരുന്നു വില വർധനവ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇത്തരത്തിൽ 1,60,000 മെട്രിക് ടൺ അരി പൊതുവിപണിയിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ ആ അരി ഇപ്പോൾ ഈ റേഷൻ കടകൾ വഴി വിതരണം ചെയ്തു വരുന്ന ഒരു ഘട്ടത്തിലാണ്. ഇനിയും വിലക്കയറ്റം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ FCIക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. 25,000 മെട്രിക് ടൺ അരി കൂടി പൊതുവിപണിയിൽ എത്തിക്കാനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. നിലവിൽ മന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കുന്നത് ഈ അരി കൂടുതൽ രീതിയിൽ വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൊതുവിപണിയിൽ എത്തുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അരിയുടെ വില ഈ ഒരു കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും മാറ്റാം എന്നുള്ളതിനപ്പുറം തന്നെ അരിയുടെ വിലയും കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നിലവിൽ ചാലിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 6 രൂപ കിലോയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ 24,000 മെട്രിക് ടൺ ഗോതമ്പ് കൂടി വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ എല്ലാ റേഷൻ കടകളിലും വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും ഈ സ്പെഷ്യൽ അരി കൂടി എത്തും. നിലവിൽ ഈ OMSS വഴിയുള്ള അരിക്ക് വലിയ ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ സപ്ലൈകോ വഴി സെപ്റ്റംബർ മാസത്തിലുള്ള അരിയും ഈ മാസം തന്നെ വാങ്ങാനുള്ള സംവിധാനം കൂടിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും 36 കിലോ അരിയാണ് സപ്ലൈകോ വഴി എല്ലാ കാർഡുകാർക്കും ലഭിക്കുക. അതിൽ 20 കിലോ അരി എന്ന് പറയുന്നത് OMSS വഴി ലഭിക്കുന്നതാണ്. എന്തായാലും ഈ അരിയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താം എന്നൊരു പ്രതീക്ഷ എന്തായാലും ഭക്ഷ്യവകുപ്പിന് ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. വിനീത, ശരി. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഓണവിപണി ഉണർന്നു കഴിഞ്ഞു. ഓണക്കാഴ്ചകളിലേക്ക്, ഓണവിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് എല്ലാ ദിവസവും പോകേണ്ടതുണ്ട്. അത്തം ഏതാണ്ട് തീരാനായി. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഓണത്തിനുള്ള ഒരുക്കങ്ങളിലായിരിക്കും മലയാളികൾ. ഓരോരുത്തരും ഉത്രാടപ്പാച്ചിലിനൊടുവിൽ തിരുവോണ നാളിൽ പൊന്നിൻ ചിങ്ങത്തിൽ ഓണം ആഘോഷിക്കാൻ റിപ്പോർട്ടറും വിഭവസമൃദ്ധമായ നിരവധി കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്.